ചേച്ചി അമ്മയ്ക്ക് വയ്യല്ലോ ലോട്ടറി എഴുതുന്നു. ഈ ഗുളിക ഇന്നലെ 20 എണ്ണം മേടിച്ച് കൊടുത്തേ. ഇത് വേണ്ട ഗുളിക. ഇന്നലെ 5 എണ്ണം കഴിച്ചു. ഇന്ന് നീ എത്ര കഴിച്ചെന്ന് ഗുളിക എണ്ണിയൊക്കെ അറിയാം. സ്വന്തം അമ്മയെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നത്. എന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓപ്പറേഷൻ നടത്തും. ആരെങ്കിലും ഓപ്പറേഷൻ വേണ്ടി സഹായിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് പപ്പയില്ല, അമ്മ മാത്രമേ എനിക്ക് പോകുള്ളൂ. എന്റെ അമ്മ നഷ്ടമായിട്ട് എനിക്ക് വേറെ ആരില്ല. അവന്റെ പേര് എബിൻ എന്നാണ് അല്ലേ? മോന് 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവന്റെ കയ്യിൽ കുറെ ലോട്ടറി ഉണ്ട്. കാരണം അവന്റെ അമ്മ കഴിഞ്ഞ കുറെ നാളുകളായി കിടപ്പിലാണ്. ചികിത്സിക്കാൻ പൈസയില്ല. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത്രയും പുണ്യം കിട്ടും. എബിൻ അറിയോ? ഞാൻ എബിന്റെ വീഡിയോ കണ്ടിരുന്നു, ഭയങ്കര തരംഗമായിട്ട്. അപ്പൊ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. എന്നേലും വലിയ കച്ചവടക്കാരൻ 7ാം ക്ലാസ്സിൽ. ഞാനൊക്കെ കോളേജിൽ എത്തുമ്പോഴേക്കാണ് ബിസിനസ് ചെയ്തത്. കോളേജിൽ പോണ സമയത്ത് ബിസിനസ് ചെയ്തു. അന്നത്തെ റെക്കോർഡ് അതായിരുന്നു. ഇതിപ്പോ 7ാം ക്ലാസ്സിൽ കച്ചവടം. എന്റെ റെക്കോർഡൊക്കെ തകർത്ത് കളഞ്ഞല്ലോ. ലോട്ടറി ഒക്കെ വിൽക്കുന്നുണ്ടോ? എന്തായാലും സമ്മതിച്ചു. എനിക്ക് കണ്ടപ്പോ അതിൽ വിഷമം തോന്നി, അഭിമാനം തോന്നി. 7ാം ക്ലാസ്സുകാരൻ ലോട്ടറി വിറ്റിട്ട് അമ്മയെ ചികിത്സിക്കുന്നു. അമ്മയെ ദൈവമായിട്ട് കാണണം എന്നുള്ളതിന്റെ മാതൃകയാണ് ഇതൊക്കെ. അപ്പൊ അമ്മേനെ ചികിത്സിക്കാൻ ഒരു 5 ലക്ഷം രൂപ തരട്ടെ, ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി. സന്തോഷായോ? അമ്മയുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം, ഒന്നും പേടിക്കണ്ട കേട്ടോ. ഈ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഓക്കെ, ബൈ ബൈ.